പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. 2 തിമോഥെയോസ് 1 അധ്യായം 7 വാക്യം. ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. ഹല്ലേലൂയ. ഇന്ന് രാവിലെ ഈ ഒരു വാക്യത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മോട് ഓർമ്മപ്പെടുത്തുന്ന 4 കാര്യങ്ങൾ. 1, ദൈവം നമുക്ക് തന്ന ആത്മാവ് അത് ഭീരുത്വത്തിൻ്റെ അല്ല. 2, അത് ശക്തിയുടെ ആത്മാവത്രേ. 3, അത് സ്നേഹത്തിൻ്റെ ആത്മാവത്രേ. 4, അത് സുബോധത്തിൻ്റെ ആത്മാവത്രേ. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ നിജപുത്രനായ തിമോഥെയോസിനെ സുവിശേഷ വേലയിൽ ധൈര്യപ്പെടുത്തുന്ന ഈ ഒരു വാക്യമത്രേ. താൻ പറയുന്നു, മോനെ തിമോഥെയോസേ, നിൻ്റെ മേൽ പകർന്ന ആത്മാവിൻ്റെ പ്രത്യേകത അത് ഭീരുത്വത്തിൻ്റെ ആത്മാവല്ല. നോക്ക്, പലപ്പോഴും ദൈവത്തിൻ്റെ വേല ചെയ്യുമ്പോൾ ശത്രു നമ്മെ ഭയപ്പെടുത്തിയെന്ന് വരാം, നമുക്ക് ജീവിതത്തിൽ പോരാട്ടങ്ങൾ ഉണ്ടായെന്ന് വരാം. എന്നാൽ അതിനകത്തൊന്നും ഒരു ദൈവ പൈതൽ തളർന്നു പോകരുത്, ഭയപ്പെട്ടു പോകരുത്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ ഉയർത്തും എന്നരുളി ചെയ്ത ദൈവം ഒരു നാളും നമ്മെ കൈവിടത്തില്ല. ഒരു വേല നമ്മെ ഏൽപ്പിച്ചോ, ആ വേല ചെയ്യാനുള്ള പ്രാപ്തി ദൈവം തരും. അതുകൊണ്ടാണ് കൊരിന്ഥി ലേഖനത്തിലും നാം ഇപ്രകാരം വായിക്കുന്നത്, ഞങ്ങളുടെ പ്രാപ്തി ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല, ഞങ്ങളുടെ ബലം കൊണ്ടല്ല, ഞങ്ങൾ നേടിയെടുത്തതല്ല, ഇത് ദൈവത്തിൻ്റെ ദാനം അത്രേ. പ്രിയരെ, കർത്താവ് നമ്മെ ഒരു വേല ഏൽപ്പിച്ചെങ്കിൽ ആ വേല ചെയ്യാനുള്ള പ്രാപ്തിയും ദൈവം നമുക്ക് തരും. നിങ്ങൾക്കറിയാം, ജോഷുവയുടെ ജീവിത ചരിത്രം നന്നായിട്ടറിയാം. ജോഷുവയെ ദൈവം ഒരു വേല ഏൽപ്പിച്ചു. മോശയ്ക്ക് ശേഷം ഇസ്രായേലിനെ നയിക്കാൻ, ഇസ്രായേലിന് വാഗ്ദത്ത ഭൂമി നേടിയെടുക്കുവാൻ ദൈവം ജോഷുവയെ അപ്പോയിൻ്റ് ചെയ്തു. ജോഷുവയെ ആ വേല ഏൽപ്പിച്ചപ്പോൾ കർത്താവ് ജോഷുവയോട് പറഞ്ഞ ഒരു വാക്യം ഇങ്ങനെ, നീ ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. എന്താ അങ്ങനെ പറയാൻ കാര്യം? ജീവിതത്തിൽ ഓരോ ചുവടും മുമ്പോട്ട് വെക്കുമ്പോൾ നിൻ്റെ ധൈര്യത്തെ ക്ഷയിപ്പിക്കുന്ന, നിനക്ക് എതിരെ വരുന്ന ഒത്തിരി പ്രശ്നങ്ങൾ കാണും. അതിനെ നിനക്ക് അതിജീവിക്കണമെങ്കിൽ നിൻ്റെ ഉള്ളിൽ ഒരു കോൺഫിഡൻസ് വേണം, നിൻ്റെ ഉള്ളിൽ ഒരു ധൈര്യം വേണം. പ്രിയരെ, നമ്മെ ജയത്തോടെ നടത്തുന്നത് ദൈവം തരുന്ന ആ ഒരു ഉറപ്പാ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടത്തില്ലെന്ന് അരുളി ചെയ്ത ദൈവം കൂടെയുണ്ട്. പ്രിയരെ, നമ്മെ ദൈവം ഏൽപ്പിച്ച വേല ഏതുമായിക്കോട്ടെ, നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് നിങ്ങളെ ഏൽപ്പിച്ച വേല ചെയ്യാൻ ദൈവം നിങ്ങളെ ബലപ്പെടുത്തും. ആ ഒരു കോൺഫിഡൻസ് നിങ്ങളുടെ ഉള്ളിൽ വേണം. ഹല്ലേലൂയ. ഞാൻ നിന്നെ ശക്തീകരിക്കുന്ന ദൈവമാണ്, ഞാൻ നിന്നെ ബലപ്പെടുത്തുന്ന ദൈവമെന്ന് അരുളി ചെയ്ത ദൈവം കൂടെയുണ്ട്. അതുകൊണ്ട് ഫിലിപ്പിയർ 4:13 പറയുന്ന പ്രകാരം നമുക്കും ഏറ്റുപറയാം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു. ഒന്ന് ഏറ്റുപറയാൻ പറ്റുമോ? ഇന്ന് പകൽക്കാലം ആ കര ഉയർത്തിയിട്ടൊന്ന് പറയാൻ പറ്റുമോ? എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു. നോക്ക്, നിങ്ങൾ ഭയപ്പെട്ട് പിന്നോട്ട് ഓടുന്ന, ഹല്ലേലൂയ, പരാജയപ്പെട്ട് പോകുന്നവരുടെ കൂട്ടത്തിലല്ലല്ലോ. അവർ പേടിച്ച് ഭയപ്പെട്ട് പലരും ഓടിപ്പോകും. നിങ്ങൾ അങ്ങനെ പോകുന്നവരല്ല, നിങ്ങൾ ജയത്തോടെ മുന്നേറുന്നവരത്രേ, ജയത്തോടെ മുന്നിലേക്ക് പോകുന്നവരത്രേ. കർത്താവ് നിങ്ങളെ അങ്ങനെ ബലപ്പെടുത്തട്ടെ. പ്രിയരെ, കർത്താവിൻ്റെ ആത്മാവ് നിങ്ങളിലുണ്ടോ? അത് ഭീരുത്വത്തെ കൊണ്ടുവരുന്നതല്ല, നിങ്ങളുടെ ഉള്ളിൽ സ്നേഹവും സുബോധവും ശക്തിയും തന്ന് നിങ്ങളുടെ ഭീരുത്വത്തെ എടുത്തു മാറ്റുന്നതത്രേ, നിങ്ങളുടെ ഭയത്തെ എടുത്തു മാറ്റുന്നതത്രേ. 2, ഈ ആത്മാവിൻ്റെ പ്രത്യേകത നാം വായിച്ചു, ഇത് ശക്തിയുടെ ആത്മാവാണ്. ദൈവത്തിൻ്റെ ആത്മാവ് ശക്തി തരുമ്പോൾ നിങ്ങൾ യഹൂദയിലും യെരുശലേമിലും ഭൂമിയുടെ അറ്റത്തോളം കർത്താവിൻ്റെ സാക്ഷിയാകും. ആ ശക്തി അകത്തുണ്ടോ, നിങ്ങൾ ധൈര്യത്തോടെ രാജാക്കന്മാരുടെ മുമ്പിൽ ചെന്ന് നിൽക്കും, രാജാക്കന്മാരോട് സാക്ഷീകരിക്കും. 119 സങ്കീർത്തനത്തിൽ അങ്ങനെ തന്നെ പറയുന്നു, കർത്താവേ, നിൻ്റെ വചനം എൻ്റെ അകത്ത് വരുമ്പോൾ നിൻ്റെ വചനം എന്നെ രാജാക്കന്മാരുടെ മുമ്പിൽ നിൻ്റെ സാക്ഷ്യവുമായി നിർത്തും. അതിനുള്ളൊരു കോൺഫിഡൻസ് ലഭിക്കും. നിങ്ങൾക്കറിയാം, ഏലിയാവ് ധൈര്യത്തോടെ കടന്നു ചെന്നിട്ട് ആഹാബിനോട് പറയുന്നു, ഞാൻ സേവിച്ച് നിൽക്കണ യഹോവയാണ്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ദേശത്ത് മഞ്ഞും മഴയും ഉണ്ടാകത്തില്ല. എത്ര ധൈര്യമാണെന്ന് നോക്കിക്കേ. രാജാവിൻ്റെ മുമ്പിൽ പോയി നിന്ന് പറഞ്ഞു. മോശ ധൈര്യത്തോട് ഫറവോനോട് പറഞ്ഞു, എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയപ്പീൻ എന്ന് ഞാനാകുന്നു എന്ന് പറയുന്ന കർത്താവ് അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവിൻ്റെ നാമത്തിൽ ധൈര്യത്തോടെ പറയാൻ
മോശയ്ക്ക് സാധിച്ചു, ഏലിയാവിന് സാധിച്ചു. പ്രിയ ദൈവപൈതലേ, ഈ ദിവസങ്ങളിൽ നിങ്ങൾക്കും രാജാക്കന്മാരുടെ മുമ്പിൽ നിന്നുകൊണ്ട് കർത്താവിനെ ഉയർത്തുവാൻ ദൈവം ശക്തി തരട്ടെ, അതിനുള്ള ബലം തരട്ടെ. ഒരുപക്ഷെ നിങ്ങളെ രാജാക്കന്മാരുടെ അടുക്കലെത്തിക്കാതെ തടഞ്ഞു നിർത്തുന്ന ചില ശത്രുക്കൾ കാണും, ചില തന്ത്രങ്ങൾ കാണും, ചില ലോകത്തിൻ്റെതായിട്ടുള്ള ചില ബന്ധനങ്ങൾ കാണും. എന്നാൽ അതിനെയൊക്കെ അതിജീവിച്ച് രാജാവിൻ്റെ മുമ്പിൽ ധൈര്യത്തോടെ പോയി നിൽക്കുവാൻ ഈ ദിവസങ്ങളിൽ കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തുമാറാകട്ടെ. 3, നിങ്ങൾ സ്നേഹത്തിൻ്റെ ആത്മാവിനെ തരുമ്പോൾ മറ്റുള്ളവരോട് സ്നേഹത്തോടെ ഇടപെടുവാൻ, മറ്റുള്ളവരെ കെയർ ചെയ്യാൻ ദൈവം നിങ്ങളെ പഠിപ്പിക്കട്ടെ. സുബോധത്തോടെ കാര്യങ്ങൾ ചെയ്യാൻ ദൈവം ഒരു ദൈവ പൈതലിനെ ബലപ്പെടുത്തട്ടെ. ഇന്ന് രാവിലെ സമയത്ത് ഈ വചനം കേൾക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നല്ല പിതാവേ, ഈ വചനം കേൾക്കുന്ന നിൻ്റെ മക്കളെ ഓരോരുത്തരെയും അങ്ങയുടെ പരിശുദ്ധ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവർക്ക് ദൈവിക കോൺഫിഡൻസ് ലഭിക്കട്ടെ, ദൈവിക ധൈര്യം ലഭിക്കട്ടെ, ഭീരുത്വം വിട്ടുമാറട്ടെ. ഇവരുടെ മേൽ ശക്തിയും സ്നേഹവും സുബോധവും നൽകി കർത്താവിൻ്റെ നല്ല സാക്ഷികളായി ജീവിപ്പാൻ നിൻ്റെ മക്കളെ എല്ലാവരെയും ഇടയാക്കണം. ഈ ദിവസങ്ങളിൽ അസാധാരണ ദൈവപ്രവർത്തിക്ക് വേണ്ടി ഇവരെ എല്ലാവരെയും ഉപയോഗിക്കണം. നമ്മുടെ കർത്താവ് വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ. അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലെസ് യു. ആമീൻ, ആമീൻ.